So now moving to the section called air conditioning. So last class നമ്മൾ റെഫ്രിജറേഷൻ എന്താണെന്ന് പറഞ്ഞു. എന്താണ് റെഫ്രിജറേഷൻ? എങ്ങനെയായിരുന്നു നമ്മൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നത്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ ഹൗ വാട്ട് ഇസ് റെഫ്രിജറേഷൻ എന്നുള്ള ടേം വരാണെന്നുണ്ടെങ്കിലും റെഫ്രിജറേഷൻ എന്തായിരുന്നു? Maintaining temperature of the system below surrounding temperature. Yeah. രണ്ട് ഫാക്ടേഴ്സ് ആണ് വരുന്നത് റെഫ്രിജറേഷനാണ്, റെഡ്യൂസിങ് ആൻഡ് മെയിൻറ്റെയിനിങ് അല്ലേ? റെഡ്യൂസിങ് ആൻഡ് മെയിൻറ്റെയിനിങ് നമ്മുടെ കയ്യിലുള്ള ഒരു സബ്സ്റ്റൻസ് ആയാലും ശരി, സിസ്റ്റം ആയാലും ശരി, ഒരു സ്പേസ് ആയാലും ശരി, അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കണം, അതേപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം സറൗണ്ടിങ്സിനേക്കാളും. അതാണ് റെഫ്രിജറേഷൻ കൊണ്ട് മെയിൻ ചെയ്യുന്നത്. എയർ കണ്ടീഷനിങ് എന്താണെന്ന് അറിയാമോ? അതിനകത്ത് തന്നെ പറയുന്നുണ്ട് കണ്ടീഷനിങ് ദ എയർ ആണ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഈ എയർ കണ്ടീഷനിങ്ങിനകത്ത് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ടാണ്. അതായത് റെഫ്രിജറേഷൻ സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കുന്ന സമയത്ത് അതിനകത്ത് രണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇവാപറേറ്റർ, ദാറ്റ് ഈസ് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ റീജിയൻ, ആൻഡ് അനദർ പോർഷൻ ഈസ് കോൾഡ് അനദർ ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് കണ്ടൻസർ, ദാറ്റ് ഈസ് എ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ റീജിയൻ. ഇറ്റ് മീൻസ് ദാറ്റ് ഈ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്ത് നമുക്ക് രണ്ട് പർപ്പസും യൂസ് ചെയ്യാൻ പറ്റും. ഐദർ വി ക്യാൻ ഗോ ഫോർ ദ ഹീറ്റിംഗ് സൊല്യൂഷൻ ഓർ വി ക്യാൻ ഗോ ഫോർ ദ കൂളിംഗ് സൊല്യൂഷൻ. ശരിയല്ലേ? അതായത് ഹീറ്റ് എക്സ്ചേഞ്ചർ കണ്ടൻസർ ആണ്, കണ്ടൻസർ ഏരിയയിലാണ് നമുക്ക് ഔട്ട്പുട്ട് ഡിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ദ കണ്ടീഷൻ വി ആർ ഗെറ്റിംഗ് ഈസ് ദ ഹോട്ട് സിറ്റുവേഷൻ, നമുക്ക് കിട്ടുന്ന ചൂടായിരിക്കും. ഇഫ് യു ആർ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് ഇവാപറേറ്റർ സെഷൻ, ഇറ്റ് മീൻസ് ദാറ്റ് വി ആർ ഗെറ്റിംഗ് ദ കൂളിംഗ് കണ്ടീഷൻ. ശരിയല്ലേ? ഓക്കെ. സോ എയർ കണ്ടീഷനിങ് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷനിങ് എയർ ആണ്. അതിനകത്ത് ടെമ്പറേച്ചർ കുറയ്ക്കാം, ടെമ്പറേച്ചർ കൂട്ടാം. അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് കൂളിംഗ് പർപ്പസ് തന്നെ, റെഡ്യൂസിംഗ് ദ ടെമ്പറേച്ചർ ആണ് റെഫ്രിജറേഷൻ മീൻ ചെയ്യുന്നതെങ്കിൽ എയർ കണ്ടീഷനിങ് റെഡ്യൂസിംഗ് ദ ടെമ്പറേച്ചർ മാത്രമല്ല മീൻ ചെയ്യുന്നത്. സോ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കണ്ടീഷനിലേക്ക് എയറിനെ എത്തിക്കുക, ടെമ്പറേച്ചർ മാത്രമല്ല എയർ കണ്ടീഷനിങ്ങിനകത്ത് മെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊണ്ടുണ്ട്. ഐ തിങ്ക് ഓൾ ഓഫ് യു നോ വാട്ട് ഈസ് ഹ്യൂമിഡിറ്റി. എന്താണ് ഹ്യൂമിഡിറ്റി? നമ്മൾ എപ്പോഴും പറയുന്നത് കേട്ടുള്ള കാര്യമാണ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. വാട്ട് ഈസ് ഹ്യൂമിഡിറ്റി? Water vapor content in the atmosphere. Yeah, exactly. The water vapor presence in the atmosphere. അപ്പൊ നമുക്കൊരു പർട്ടിക്കുലർ റൂമിനകത്ത് നമ്മൾ ഒക്യുപ്പൈ ചെയ്ത് നമുക്ക് കംഫർട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വി ആർ വാണ്ടഡ് വിത്ത് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്, ഡിഫറെന്റ് കണ്ടീഷൻസ് അല്ലേ? അപ്പൊ അതിനകത്ത് ഒന്നെന്ന് പറയുന്നതാണ് ടെമ്പറേച്ചർ. വി നീഡ് എ പർട്ടിക്കുലർ അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നമുക്ക് ആ എൻവയോൺമെന്റിൽ ഉണ്ടാവണം. അതേപോലെ വരുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് ദ പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന കണ്ടീഷൻ. അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വരുന്ന ബ്രീത്തിങ് കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആവുന്നിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറെ ഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവിടെ വാട്ടർ എത്രത്തോളം ഉണ്ട്, വാട്ടർ വേപ്പർ പ്രസൻസ് ഇൻ ദ എയർ. പിന്നീട് എന്ന് പറയുന്നത് അവിടുത്തെ ഓർഡറാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ സപ്പോസ് എന്ന് പറയുന്നത് റൂം ഉണ്ട്, നമ്മുടെ കണ്ടീഷൻ സ്പേസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ബാഡ് സ്മെൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നെവർ ഗിവ് എ കംഫർട്ട് സോൺ. അതേപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്, ഹ്യൂമിഡിറ്റി കൺട്രോൾഡ് ആണ്, ഓർഡർ കൺട്രോൾഡ് ആണ്. പക്ഷെ വരുന്ന എയറിന്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോഴ്സിലാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ എ പർട്ടിക്കുലർ മോഷൻ ഫോർ ദ എയർ. അപ്പോൾ എയർ കണ്ടീഷനിങ് മെയിൻ ചെയ്യുന്നത് ഇത്രയും ഫാക്ടേഴ്സ് ആണ്: ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഓർഡർ, ദാറ്റ് മീൻസ് ദ പ്യൂരിഫിക്കേഷൻ. ആൻഡ് അതിനകത്ത് പ്യൂരിഫിക്കേഷൻ കൂടെ വരും. പിന്നീട് വരുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന എയറിന്റെ മാസ് ഫ്ലോ റേറ്റ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ ഇത്രയും ഫാക്ടേഴ്സിനെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കൊരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യാം, അതാണ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോ എയർ കണ്ടീഷനിങ് ഡസന്റ് സെൻസ് ദാറ്റ് റെഡ്യൂസിങ് ദ ടെമ്പറേച്ചർ, ഇറ്റ് ഈസ് ദ മെയിൻറ്റെയിനിങ് ദ ടെമ്പറേച്ചർ, okay, and provide a comfort zone for the persons or the equipments inside the room. So air conditioning എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ deals with the supplying and maintaining a desired internal atmospheric condition irrespective of external conditions. ഇതാണ് എയർ കണ്ടീഷനിങ്ങിന്റെ definition. It is not related to refrigeration. So we have to maintain and supplying and maintaining a desired internal atmospheric condition.
ഈ ഇന്റേണൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനകത്ത് വരുന്നതാണ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഓഡർ ആൻഡ് പ്യൂരിഫിക്കേഷൻ ആൻഡ് ദെൻ ദ എയർ ഫ്ലോ റേറ്റ്. Then this air conditioning can be divided. Actually, we can classify this into two types: comfort air conditioning and industrial air conditioning. Comfort air conditioning in other words human beings. If an air conditioning system or a particular room is designed for human beings, it is comfort air conditioning. If a particular room or space is designed for both human beings and the industrial components, then this industrial air conditioning. ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ മാത്രമായിട്ടല്ല പോകുന്നത്, അവിടെ നമുക്ക് ഹ്യൂമൻ ബീങ്സിനെ കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അവിടെയാണ് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി? Yes, sir. Yes, sir. Okay. Then air conditioning is the process of altering the properties of air into more comfortable conditions and standards. The standards means that എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സൊസൈറ്റീസുകൾ നമുക്ക് കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ വാല്യൂസിനകത്ത് വി വിൽ ഗെറ്റ് എ കംഫർട്ട് ഫീൽ. ഇതിനനുസരിച്ചായിരിക്കും ഓരോ എയർ കണ്ടീഷനിങ് സിസ്റ്റംസും നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും അത് വർക്ക് ചെയ്യുന്നതും. ദ ഫിസിക്കൽ പ്രോസസ് ഇൻവോൾവ് ഇൻ എയർ കണ്ടീഷനിങ്, എയർ പ്യൂരിഫിക്കേഷൻ, ടെമ്പറേച്ചർ കൺട്രോൾ, ഹ്യൂമിഡിറ്റി കൺട്രോൾ ആൻഡ് എയർ ഡിസ്ട്രിബ്യൂഷൻ. ഈ 4 ഫാക്ടേഴ്സ് ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു പ്രൊവൈഡ് എ ബെറ്റർ എയർ സർക്കുലേഷൻ ആൻഡ് എയർ ഡിസ്ട്രിബ്യൂഷൻ. We have to maintain the temperature and we have to maintain the humidity. So controlling these factors, adana air conditioning or other. Okay. Before then, how we can control these conditions? So temperature, correct, humidity control cheyanam. These two factors are based on some science. Temperature control and humidity control in air conditioning is another field of science that is called psychometry. Okay, so psychometry we have to identify what is dry air, what is moisture, what is saturated air, specific humidity, relative humidity, dry bulb temperature, wet bulb temperature, dew point temperature, sensible heat of air and total heat. ഇത്രയും കണ്ടന്റുകൾ ചെയ്യുന്നതാണ് സൈക്കോമെട്രി എന്ന് പറയുന്നത്. So these are very important factors for a comfort air conditioning system. അപ്പോൾ നമ്മളൊരു റൂമിൻ്റെ ടെമ്പറേച്ചർ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹ്യൂമിഡിറ്റി നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി വി ആർ കൺട്രോളിങ് ദീസ് ഫാക്ടേഴ്സ്. ഓക്കെ, then we are moving to psychometrics. So it involves determination of thermodynamic properties of gas vapor mixture. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹ്യൂമിഡിറ്റി എന്താണെന്ന് പറഞ്ഞു, അതായത് പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ അറ്റ്മോസ്ഫിയർ, അതാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. സോ ഇഫ് ഐ വാണ്ട് ടു ഫീൽ എ കംഫർട്ട് സോൺ ഇൻ എ പർട്ടിക്കുലർ റൂം, I just need a comfort temperature as well as the humidity. അപ്പം വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസും ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷനും എത്രത്തോളം നമുക്ക് കംഫർട്ട് ഉണ്ടാക്കി തരുന്നു അതിനനുസരിച്ചായിരിക്കും ആ റൂം നമുക്ക് കംഫർട്ട് സോണായിട്ട് മാറുന്നത്. ഓക്കെ, so then we have to know what is psychometrics. Based on the psychometric aspects, we are giving the comfort zone to particular room. Okay. ഇപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുറത്തുള്ള ടെമ്പറേച്ചർ, ഇഫ് യു ആർ ഗെറ്റിംഗ് ഇൻടു എയർ കണ്ടീഷനിങ് റൂം, നിങ്ങൾ പുറത്തുള്ള ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ 24 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസൻറ്റ് സെൻസ് ദാറ്റ് ഓൺലി ദ ടെമ്പറേച്ചർ ഇസ് 24 ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, കംഫർട്ട് കിട്ടത്തില്ല. In order to get that comfort feel, you have to be in a room where the humidity also controlled. As well as, of course, there is the flow of air movement and the distribution of the air, distribution of the air, distribution of the air and the order of the air purification and the distribution of the air. ഇത്രയും കാര്യങ്ങളും കൂടെ വരും എവിടെ നമ്മുടെ എയർ കണ്ടീഷനിങ്സ് അതുപോലെ തന്നെ. Okay, the most common applications are associated with the air water vapor system. This is nothing but the air conditioning system. The properties of moisture are called psychometric properties. The subject which deals with the behavior of moisture is known as psychometry. Okay. Any doubt? No, sir. Okay. So now നേരത്തെ പറഞ്ഞിരുന്നു സൈക്കോമെട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ഫാക്ടേഴ്സ് വരുമ്പോഴാണ് നമ്മൾ സൈക്കോമെട്രി എന്ന് പറയുന്നത്.
അതിനകത്ത് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡ്രൈ എയർ. വാട്ട് ഈസ് ഡ്രൈ എയർ? നമുക്ക് അറ്റ്മോസ്ഫിയറിൽ കാണുന്ന നമ്മുടെ എയർ സർഫസിൽ കാണുന്ന എർത്ത് സർഫസിൽ കാണുന്ന നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന എയർ ആണ് എന്തെന്ന് പറയുന്നത് ഡ്രൈ എയർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാവിംഗ് ദീസ് കോമ്പോസിഷൻസ്. നൈട്രജൻ ഈസ് ദെയർ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്, നിയോൺ, ഹീലിയം, അതർ gases in small quantities like methane, sulfur dioxide, hydrogen, neutron, xenon. അപ്പോൾ ഇത്രയും കോമ്പോസിഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഡ്രൈ എയർ എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാം പെർസെൻറ്റേജ് ബൈ വോളിയം ഇവിടെ നമുക്കുണ്ട്. ഇതിനാണ് നമ്മൾ ഡ്രൈ എയർ എന്ന് പറയുന്നത്. ഈ ഡ്രൈ എയറിനകത്തോട്ട് വാട്ടർ വേപ്പർ കയറി വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും അതിനെ? മോയിസ്റ്റ് എയർ എന്ന് പറയും. Ordinary atmospheric air which is a mixture of dry air and water vapor. അപ്പോൾ നമുക്ക് എയർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന കോമ്പോസിഷൻസ് നമ്മൾ ഡ്രൈ എയർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ മോയ്സ്ചർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അറ്റ്മോസ്ഫിയറിക് എയറും കൂടെ വരുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് water vapor. Okay. Then we need to study what is the saturated air condition or. But then another കാര്യങ്ങൾ പറഞ്ഞു dry air, that is the air which is having that compositions. Then moisture air, it is the composition of dry air and water vapor. Saturated air means that it is the air which contains maximum amount of water vapor which the air can hold at a given temperature and pressure. ഇപ്പം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരു എയറിനകത്തോട്ട് മാക്സിമം എത്ര ക്വാണ്ടിറ്റിയിൽ വാട്ടർ മോളിക്യൂൾസിന് ഡിഫ്യൂസ് ചെയ്ത് കയറാൻ പറ്റും. അങ്ങനെ ഒക്യുപ്പൈ ചെയ്ത് സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനിലുള്ള എയറിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എയർ എന്ന് പറയുന്നത്. ക്ലിയർ? Yes, sir. This condition is purely depends upon the temperature and pressure of the air. കാര്യം ടെമ്പറേച്ചറും പ്രഷറും മാറുന്നതിനനുസരിച്ച് ഈ ഒരു ഡിഫ്യൂഷൻ റേറ്റും കൂടെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ടെമ്പറേച്ചറും പ്രഷറും അവിടെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദ എയർ വിച്ച് ഇസ് കണ്ടെയ്നിങ് മാക്സിമം amount of water vapor that the air can hold up to a particular temperature and pressure. The maximum quantity of water vapor that can be present in the air depends upon the temperature and pressure of air. So this is saturated condition. The air is get saturated means that it is contained the maximum quantity of water vapor in that particular condition. Now the another important thing is the specific or absolute humidity or humidity ratio. ഈ മൂന്ന് രീതിയിൽ അത് ചോദിക്കും. What is specific humidity, absolute humidity or humidity ratio? ഇപ്പൊ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വോളിയം എടുത്തു, ഒരു വോളിയം ഓഫ് മോയ്സ്ചർ എടുത്തു, ഒരു ഗിവൺ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഗിവൺ വോളിയം ഓഫ് മോയ്സ്ചർ എടുത്തു. മോയ്സ്ചർ എന്താണെന്ന് നമുക്കറിയാം. കാര്യം സാധാരണ എയറിന്റെ കൂടെ വാട്ടർ മോളിക്യൂൾസ് കൂടെ വേറെ വരുമ്പോഴാണ് നമ്മൾ മോയ്സ്ചർ എന്ന് പറയുന്നത്. അതിനകത്തുള്ള മാസ് ഓഫ് വാട്ടർ വേപ്പറിന്റെയും മാസ് ഓഫ് ഡ്രൈ എയറിന്റെയും റേഷ്യോ ആണ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അതല്ലാന്നുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഒരു ഗിവൺ വോളിയം മോയ്സ്ചറിനകത്തുള്ള വാട്ടർ വേപ്പറിന്റെയും ഡ്രൈ എയറിന്റെയും മാസിന്റെ റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ ടു മാസ് ഓഫ് ഡ്രൈ എയർ ഇൻ എ ഗിവൺ വോളിയം ഓഫ് മോയ്സ്ചർ. Is it okay? Clear for you? Yes, sir. Yes, sir. ഇതാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന എന്താണ്? ഒരു യൂണിറ്റ് വോളിയം മോയ്സ്ചർ എടുക്കും, അതിനകത്ത് എത്രത്തോളം മാസിൽ വാട്ടർ വേപ്പർ ഉണ്ടെന്ന് മെഷർ ചെയ്യും, എത്രത്തോളം മാസ് ഡ്രൈ എയർ ഉണ്ടെന്ന് എടുക്കും. ഇതിന്റെ റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓർ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. Then I'm moving to relative humidity. ഇതെന്ന് പറയുന്നത് സാച്ചുറേഷൻ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. സാച്ചുറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മാസ് ഓഫ് എയർ അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ എയറിനകത്തോട്ട് നമുക്ക് മോയ്സ്ചറിനകത്ത് എത്രത്തോളം നമുക്ക് മാക്സിമം ക്വാണ്ടിറ്റിയിൽ വാട്ടർ വേപ്പറിനെ ഡിഫ്യൂസ് ചെയ്ത് കയറ്റാം, അപ്പോഴാണ് നമുക്ക് സാച്ചുറേഷൻ ഫോം ചെയ്യുന്നത്. സോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ ഗിവൺ വോളിയം ഓഫ് ഡ്രൈ എയർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുക്കും. ആ ടെമ്പറേച്ചറിനകത്ത് ഒരു യൂണിറ്റ് വോളിയം ഡ്രൈ എയർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്രത്തോളം മാസ് വാട്ടർ വേപ്പർ ഉണ്ടെന്ന് നോക്കും. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനകത്ത് ഒരു ഗിവൺ വോളിയം
ഡ്രൈ എയറിനകത്ത് എത്രത്തോളം വാട്ടർ വേപ്പർ പ്രസന്റ് ഉണ്ടെന്ന് നോക്കും, ഡിവൈഡഡ് ബൈ ഈ എയറിനെ ഞാൻ സാച്ചുറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് എത്രത്തോളം മാസ് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ടെന്ന് വരും. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. നമുക്ക് പിന്നെയും എത്രത്തോളം മാസ് വാട്ടർ വേപ്പർ കയറ്റിയെടുക്കാൻ പറ്റും, അതാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൊണ്ട് സെൻസ് ചെയ്യുന്നത്. സോ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ ഗിവൻ വോളിയം ഓഫ് ഡ്രൈ എയർ അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ ടു mass of water vapor contained in the same volume of moisture at the same temperature when the air is saturated. Okay? Yes, sir. Then now the terms are very easy. ഇനി വരുന്ന ടേംസ് എല്ലാം വളരെ ഈസിയാണ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ DBT, അതായത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നമ്മളൊരു ഓർഡിനറി തെർമോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കുന്ന ടെമ്പറേച്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഒരു സാധാരണ തെർമോമീറ്റർ വെച്ചിട്ട് ഞാൻ മെഷർ ചെയ്തെടുക്കുന്ന അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെയാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ മെഷർഡ് ബൈ ആൻ ഓർഡിനറി തെർമോമീറ്റർ. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കണ്ടീഷൻ ദ ബൾബ് ഈസ് ഗെറ്റ് വെറ്റഡ്. വെറ്റ് ബൾബാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഈ ഓർഡിനറി തെർമോമീറ്ററിന്റെ ബൾബില്ലേ, അതായത് മെർക്കുറി കിടക്കുന്ന പോർഷൻ, അവിടെ ഞാൻ എന്ത് ചെയ്ത് കോട്ടൺ തുണി വെച്ച് റാപ്പ് ചെയ്യും. ആ കോട്ടൺ തുണി എന്നിട്ട് നനയ്ക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്ത് വെറ്റ് ആയി ആ വെറ്റ് ക്ലോത്ത് കൊണ്ട് ഞാൻ അതിനെ റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മൂവിങ് സ്ട്രീം ഓഫ് എയറിനകത്ത് വെച്ച് ഞാൻ മെഷർ ചെയ്തെടുക്കാൻ അതെന്തായി മാറി, വെറ്റ് ബൾബ് ടെമ്പറേച്ചറായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഇതിന്റെ ചുറ്റൂടും എയർ മൂവ്മെന്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ വെറ്റ് ബൾബാണ് ഞാൻ മെഷർ ചെയ്തെടുക്കുന്നതെങ്കിൽ അവിടെ എനിക്ക് എയർ സ്ട്രീംസ് ഫോം ചെയ്യണം, എയർ ഫ്ലോ ഉണ്ടായിരിക്കണം. അങ്ങനെ ഞാൻ മെഷർ ചെയ്തെടുക്കുന്ന ടെമ്പറേച്ചറിനെയാണ് ഞാൻ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ റെക്കോർഡഡ് ബൈ എ തെർമോമീറ്റർ when its bulb is covered by a wet cloth and is exposed to a current of moving air. So these are very important. Wet cloth and is exposed to a current of moving air. ഇതാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓർഡിനറി തെർമോമീറ്ററിന് ബൾബ് മെർക്കുറി ഉള്ള പോർഷനിൽ ഞാനൊരു വെറ്റ് തുണി കൊണ്ട്, നനഞ്ഞ തുണി കൊണ്ട് റാപ്പ് ചെയ്തതിനു ശേഷം എയറിന്റെ ഫ്ലോയിൽ മെഷർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കിട്ടുന്ന ടെമ്പറേച്ചർ ആയിരിക്കും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. എപ്പോഴും ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആയിരിക്കും കൂടുതൽ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കുറവായിരിക്കും. ആൻഡ് ദേർ ഇസ് എ ഡിഫറൻസ് അല്ലേ, ദേർ ഇസ് എ ഡിഫറൻസ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ആൻഡ് വെറ്റ് ബൾബ് ഈസ് നോൺ ആസ് വെറ്റ് ബൾബ് ഡിപ്രഷൻ. Difference between dry bulb temperature and wet bulb is known as wet bulb depression. Clear? Yes, sir. Now, another term is called dew point temperature. This is very important for our air conditioning purposes. Means that when we go into winter and summer air conditioning, this dew point temperature will appear there. So, നിങ്ങൾ ചില സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗിനകത്ത് ഈ ചെടികളുടെ സർഫസിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ എന്തുണ്ടാവും, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിനാണ് നമ്മൾ ഡ്യൂ എന്ന് പറയുന്നത് അല്ലേ. സോ ഈ ഡ്യൂ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം കോൾഡ് സ്റ്റോറേജിൽ പോയിട്ട് നമ്മളിപ്പോൾ ഒരു എയറേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കൂൾ ഡ്രിങ്ക്സ് മേടിച്ചു, മീൻസ് സപ്പോസ് കൊക്കോള, പെപ്സി എന്തെങ്കിലും മേടിച്ചു. ഓക്കെ, ഇത് നിങ്ങൾ എടുത്ത് പുറത്ത് വയ്ക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, എന്ത് സംഭവിക്കുക അതിന്റെ സർഫസിൽ? ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യും. കുറച്ചു നേരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഡ്രോപ്ലെറ്റ്സ് എല്ലാം എവിടെ ഒഴുകി വരും, അതിന്റെ സർഫസിൽ നിന്ന് ഇറങ്ങി താഴെ മൊത്തം വെള്ളമായിട്ട് കിടക്കുന്ന കാണാൻ പറ്റും. ഈ വെള്ളം എവിടെ നിന്ന് വന്നതാണ്? അറ്റ്മോസ്ഫിയറിലാണ്, അതായത് വാട്ടറിന്റെ പ്രസൻസ് അവിടെ ഉണ്ട്. ഇനി എന്തുകൊണ്ട് അത് ഡ്രോപ്ലെറ്റ്സ് ആയി മാറി? ഈ കോൾഡ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട്. കോൾഡ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട്. കോൾഡ് സബ്സ്റ്റൻസ് ആയത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഇപ്പം എയർ ഉണ്ട്, അത് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, അത് അവിടെ അതേ കണക്കിന് ഡിഫ്യൂസ് ചെയ്ത് നിൽക്കുകയാണ്. അതിനകത്ത് നമുക്ക് അതിനെ ഡ്രോപ്പ് ആയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു കോൾഡ് ബോഡി അവിടെ കൊണ്ടുവച്ചു, സർഫസിൽ കൊണ്ടുവച്ചു. അപ്പൊ ഈ കോൾഡ് ബോഡി കൊണ്ടുവയ്ക്കുമ്പോൾ ഈ കോൾഡ് ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറിന് ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്യിക്കുന്ന ടെമ്പറേച്ചറാണ്. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അവിടെ കണ്ടൻസേഷനിലൂടെയാണ് എന്ത് സംഭവിച്ചത്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്തത്.
അല്ലേ? അപ്പൊ നമ്മൾ ഈ വെച്ച കൊക്കക്കോളയുടെ കുപ്പിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറിന്റെ കണ്ടൻസ് ചെയ്യാനുള്ള ടെമ്പറേച്ചറായി. ആ ടെമ്പറേച്ചറാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? Yes, sir. അപ്പം അറ്റ്മോസ്ഫിയറിൽ ഉള്ള വാട്ടർ വേപ്പറിനെ നമുക്ക് കുറയ്ക്കാനുള്ള ടെമ്പറേച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല? നമ്മളിപ്പോൾ കോൾഡ് സബ്സ്റ്റൻസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എവിടെ എന്ത് ഫോം ചെയ്യത്തില്ല? ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യത്തില്ല. ഈ പറയുന്ന ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എത്രയാണ്? അതായത് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ ഡ്യൂ ആയി മാറാനുള്ള ടെമ്പറേച്ചറിൽ എത്തണം, അല്ലെങ്കിൽ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കണ്ടൻസേഷൻ നടക്കുകയുള്ളൂ. അപ്പോഴേ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യത്തുള്ളൂ. Clear? So it is the temperature at which condensation of moisture begins when the air is cooled at a constant pressure. So it means that this condensation process is purely depends upon pressure. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്കിപ്പം എന്താ പറയുന്നത്, ഹൈ റേഞ്ചുകളുണ്ട്, നമുക്കിപ്പോൾ സീ ലെവലുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സീ ലെവലിലും ഹൈ റേഞ്ചിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടെമ്പറേച്ചർ ഹില്ലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് സംഭവിക്കും? പ്രഷറിന്റെ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ഈ കണ്ടൻസേഷൻ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലേ? സോ ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പ്യൂർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രഷർ ആണ്. മോയ്സ്ചർ ബിഗിൻ ചെയ്യുന്ന, അതായത് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് നമ്മൾ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഇസ് കോൾഡ് ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ആൻഡ് വെറ്റ് ബൾബ് എന്ന് പറയുന്നത് വെറ്റ് ബൾബ് ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ ആണ്. ക്ലിയർ? Yes, sir. അപ്പം ഇവിടെ തന്നെ നമ്മൾ പറയുന്നുണ്ട്, അപ്പൊ നമുക്ക് അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മോയ്സ്ചർ എടുത്ത് കളയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു തണുത്ത സർഫസ് എവിടെ കൊണ്ടുവച്ചാൽ മതി? അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ എന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ട് നിൽക്കുന്ന വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? പുറത്ത് കളയാൻ പറ്റും. സോ ഈ സാധനമാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എയർ കണ്ടീഷന്റെ റൂമിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് ആണ് കണ്ടൻസർ യൂണിറ്റ് കാണുന്നത്. അതിന്റെ മേലിൽ കൂടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പുറത്ത് വന്ന് കണ്ടിട്ടുണ്ടോ? അതല്ലാന്നുണ്ടെങ്കിൽ, അവിടെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ AC ഉള്ള കാറിന്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ വെള്ളം വീഴുന്നതാണ്. ഉണ്ടോ? Yes, sir. ഉണ്ടോ? നിങ്ങൾ AC ഉള്ള ഏതെങ്കിലും സ്പേസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പുറത്തൊരു യൂണിറ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് എ കണ്ടൻസർ യൂണിറ്റ്. നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള കണ്ടൻസർ യൂണിറ്റ് ആണ്. ആ കണ്ടൻസർ യൂണിറ്റിനകത്ത് സൈഡിൽ വേറൊരു കാര്യം, ലൈൻ കാണും, പൈപ്പ് ലൈൻ കാണും. പുറത്തിങ്ങനെ വാട്ടർ ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വീണുകൊണ്ടിരിക്കും. ഈ ഡ്രോപ്പ് എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാണ്? നമ്മുടെ റൂമിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള വാട്ടറാണ്. ഇത് ഈ ഡ്യൂ പോയിന്റ് വഴിയാണ് നമ്മൾ പുറത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, now the last terms, sensible heat of air. സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാം, ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാക്കുന്ന ഹീറ്റിനാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ഓഫ് ഡ്രൈ എയർ വിച്ച് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മെഷർ ചെയ്തുകൊണ്ട് നമ്മൾ എയറിന്റെ എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഹീറ്റ് ഓഫ് ദ മോയ്സ്ചർ ഈസ് എ സം ഓഫ് സെൻസിബിൾ ഹീറ്റ് ഓഫ് ഡ്രൈ എയർ ആൻഡ് സെൻസിബിൾ പ്ലസ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ ഇറ്റ്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എയറിന് സെൻസിബിൾ ഹീറ്റ് മാത്രമേ ഉള്ളൂ, അതിനകത്തുള്ള വാട്ടർ വേപ്പറിന് സെൻസിബിൾ ഹീറ്റും ഉണ്ട്, ലേറ്റന്റ് ഹീറ്റും ഉണ്ട്. അതിനെയാണ് നമ്മൾ ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ ഹീറ്റ് ഓഫ് മോയ്സ്ചർ ഈസ് എ സം ഓഫ് സെൻസിബിൾ ഹീറ്റ് ഓഫ് ഡ്രൈ എയർ. മോയ്സ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തുന്നുണ്ട് ഡ്രൈ എയറും വാട്ടർ വേപ്പറും ആണ്. സോ സെൻസിബിൾ ഹീറ്റ് ഓഫ് ഡ്രൈ എയർ പ്ലസ് സെൻസിബിൾ ഹീറ്റ് ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് ലേറ്റന്റ് ഹീറ്റ്. ഇതിനാണ് നമ്മൾ ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? Yes, sir. Okay. Then how we are going to do the performance? എന്തൊക്കെ ഫാക്ട്സ് ആണ് നമുക്ക് ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത് വരുന്നത്? ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ലൈൻ, ഈ ലൈൻ എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണ്. So I am saying that this is 0 degrees Celsius and this is up to 40 degrees Celsius.
Okay, so this is the temperature point at a minimum 0 degrees Celsius. ഞാനൊരു വാല്യൂ പറയുന്നുണ്ട് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ദിസ് ഇസ് ദ പോയിന്റ് വേർ ഇറ്റ് ഈസ് 40 ഡിഗ്രി സെൽഷ്യസ്. ഇനി നിങ്ങൾക്ക് y ആക്സിസിൽ കാണാൻ പറ്റുന്ന പറയുന്നത് ഇറ്റ് ഈസ് ഹ്യൂമിഡിറ്റി ആണ്. ഹ്യൂമിഡിറ്റി ആണ്. ആ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് സേ ഹിയർ ഇറ്റ് ഈസ് 100%, 100% ഹ്യൂമിഡിറ്റി ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 0. അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഓക്കെ. ഇനി നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ ടെമ്പറേച്ചർ ഞാൻ മെഷർ ചെയ്തു, ഡ്രൈവർ ടെമ്പറേച്ചർ മെഷർ ചെയ്തു, അതേപോലെ അവിടുത്തെ ഹ്യൂമിഡിറ്റി ഞാൻ മെഷർ ചെയ്തു. ആ കിട്ടിയ പോയിന്റ് ആണ് അതിന്റെ എക്സാക്ട് സെന്ററിലുള്ളത്. നിങ്ങളുടെ റൂമിലുള്ള പോയിന്റ് ആണ് എക്സാക്ട് സെന്റർ. ഓക്കെ, നൗ വിച്ച് ആർ ദ സൈക്കോമെട്രിക് പ്രോസസ്? ഫസ്റ്റ് വൺ ഇസ് സെൻസിബിൾ കൂളിംഗ് ആൻഡ് സെൻസിബിൾ ഹീറ്റിംഗ്. ലൈൻ എന്താണ്? സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങോട്ട് പോകുന്നു? ഈ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നു. സെൻസിബിൾ കൂളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പോയിന്റിൽ നിന്ന് നമ്മുടെ റൂമിന്റെ പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നു. എന്താണ് ഈ ലൈനിന്റെ പ്രത്യേകത? സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇതെന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണ്. Now tell me what happens in sensible heating process? Straight out പോവാണ്. It means that as the sensible heating takes place, its dry bulb temperature increases, but we are maintaining the humidity constant. ശരിയല്ലേ? ശരിയല്ലേ? സെൻസിബിൾ ഹീറ്റിംഗ് പറയുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് നേരെ നമുക്ക് റൈറ്റിലോട്ട് പോവാണ്. ആ റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് സംഭവിക്കുകയാണ് എയറിന്റെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, പക്ഷേ ഹ്യൂമിഡിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സെൻസിബിൾ ഹീറ്റിംഗ്. സെൻസിബിൾ കൂളിംഗ് എന്ന് പറയുന്നത് എന്താണ്? വി ആർ റെഡ്യൂസിങ് ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ബട്ട് മെയിൻറ്റെയിനിങ് ദ ഹ്യൂമിഡിറ്റി കോൺസ്റ്റന്റ്. സോ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് വിത്തൗട്ട് ഫേസ് ചേഞ്ച്. During this process, moisture content of the air remains constant, but we are reducing the temperature and increasing the temperature. So that is sensible cooling and heating. Now, heating and humidification. Heating and humidification. ഇത് നോക്കിയേ, ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കി, അല്ലെങ്കിൽ വേണ്ട ഫെയർ ടേം പറയാം, ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മേപ്പോടെ സെൻസിബിൾ കൂളിംഗ് പറഞ്ഞു, സെൻസിബിൾ ഹീറ്റിംഗ് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് ദ ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. ഇതാണ് നമ്മുടെ റൂം കണ്ടീഷൻ. ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് മൂവ് ചെയ്ത് പോവാണ്. എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? എന്ത് കോൺസ്റ്റന്റ് എന്ത് ചേഞ്ച് ചെയ്യുന്നു? TDB constant. DBT constant means that dry bulb temperature constant ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? വാട്ടർ കുറവായിരിക്കും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് ആഡ് ചെയ്യും. അതിനാണ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് പറയുന്നത്. See, what is dehumidification process? We are removing the water vapor content from the atmosphere without affecting the dry bulb temperature. അതല്ലേ dehumidification process പറയുന്നത്, അല്ലേ? അപ്പം ഹ്യൂമിഡിഫിക്കേഷൻ ഡീഹ്യൂമിഡിഫിക്കേഷനകത്ത് എന്ത് അഫക്റ്റഡ് ആകത്തില്ല? ടെമ്പറേച്ചർ അഫക്റ്റഡ് ആകത്തില്ല, പക്ഷേ വാട്ടറിന്റെ പ്രസൻസ് കുറയുകയും കൂടുകയും ചെയ്യും. ഹ്യൂമിഡിഫിക്കേഷൻ മീൻസ് ദാറ്റ് we are increasing the water droplets. Dehumidification means that we are decreasing the water content. Okay, now heating and humidification process. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈ ലൈനാണ്. സപ്പോസ് ദിസ് ഈസ് O എന്ന് പറയുന്ന ലൈനാണ്. O എന്ന് പറയുന്ന ലൈനിലേക്ക് പോവാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇൻ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്? TDB increases. Water droplets increases. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന കാര്യം? ഇവിടെ എന്തായിരിക്കും നമ്മളിവിടെ ചെയ്യുക? We are adding heat and adding water droplets.
അപ്പൊ നമ്മൾ എടുക്കുന്ന റൂം എടുക്കുകയാണെങ്കിൽ അവിടെ ഈ ഒരു പോയിന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ കുറവാണ്, വാട്ടർ ഡ്രോപ്ലെറ്റ്സും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? നമ്മൾ ആ ടെമ്പറേച്ചർ കൂട്ടണം. ഡ്രൈബിൾ ടെമ്പറേച്ചർ കൂട്ടുകയും വേണം. നമ്മൾ എന്ത് ചെയ്യണം? പിന്നീട് അതിനകത്തോട്ട് വാട്ടറിന്റെ ഡ്രോപ്ലെറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയും വേണം. അതാണ് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്നത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. അവിടെ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കണം. നമുക്ക് ഇനി റിക്വയർഡ് നമുക്ക് കംഫർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കണം. അതേപോലെ നമുക്കുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കളയണം. നമ്മൾ എയറിൽ നിന്ന് ഡ്രോപ്ലെറ്റ്സ് കളയണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എയറിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കുകയും ചെയ്യും, നമ്മൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ എടുത്ത് കളയുകയും ചെയ്യും. അതിനാണ് നമ്മൾ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. ഇതെന്തായാലും മീൻ ചെയ്യുന്നത്? നമുക്ക് റൂം ഇതാണ്, നമുക്ക് കംഫർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടണം. അതേപോലെ അതിനകത്ത് ഡ്രോപ്ലെറ്റ്സ് വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലാണ്, ആ വാട്ടറിന്റെ കണ്ടന്റ് നമുക്ക് കുറയ്ക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടും, അതിന് വേണ്ടിയിട്ട് ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യും. പിന്നീട് വാട്ടറിന്റെ ഡ്രോപ്ലെറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ചെയ്യും. മീൻസ് ഡ്രോപ്ലെറ്റ്സിനെ എടുത്ത് കളയാൻ ചെയ്യും. അതാണ് ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. Then the last one is the cooling and humidification process. ഇതാണ് evaporating plus cooling ആണ്. കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. അപ്പോൾ റിക്വയർഡ് കണ്ടീഷൻ അതിന് എനിക്ക് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യണം, പക്ഷേ എനിക്ക് വാട്ടറിന്റെ ഡ്രോപ്ലെറ്റ്സ് കൂട്ടുകയും വേണം. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇത്രയും പ്രോസസ്സുകളാണ് നമുക്ക് സൈക്കോമെട്രിക്കകത്ത് പ്രോസസ്സുകളായിട്ട് വരുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ പറയുന്ന കൂളിംഗ് വിത്ത് ഡീഹ്യൂമിഡിഫിക്കേഷൻ ഇതാണ് സാധനം. കൂളിംഗ് വിത്ത് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് എങ്ങനെ ചെയ്യുന്നത്? റെഡ്യൂസിങ് ദ എയർ ടെമ്പറേച്ചർ ബിലോ വിത്ത് reducing air temperature along with removal of water vapor from the air. അതെങ്ങനെ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്ന് നമുക്ക് വാട്ടറിന്റെ ഡ്രോപ്ലെറ്റ്സ് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു തണുത്ത സർഫസ് കൊണ്ടുവന്നാൽ മതി. ആ സർഫസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ തണുത്ത ബോട്ടിൽ വെച്ച് ചെയ്ത അതേ എക്സ്പെരിമെന്റ് ആണ്. സോ ഹൗ വി ക്യാൻ റിമൂവ് ദ വാട്ടർ വേപ്പർ ഫ്രം ദ എയർ? This is obtained by reducing the temperature of the air below the dew point temperature of the water. Dew point temperature താഴെ കൊണ്ടുവരിക. അവിടെ എന്ത് ചെയ്യും? എയറിനകത്തുള്ള വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, then cooling and humidification. ഇതാണ് നമുക്ക് കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഡ്യൂറിങ് ദിസ് എയർ ടെമ്പറേച്ചർ ഡ്രോപ്സ് ആൻഡ് ഇറ്റ്സ് ഹ്യൂമിഡിറ്റി ഇൻക്രീസസ്. മനസ്സിലായല്ലേ? അതായത് നമുക്ക് കൂളിംഗ് വിത്ത് ഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വി ആർ റെഡ്യൂസിങ് ദ ടെമ്പറേച്ചർ ബട്ട് വി ആർ ഇൻക്രീസിങ് ദ ഹ്യൂമിഡിറ്റി ഓഫ് ദ എയർ. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ സ്പ്രേയിങ് കൂൾ വാട്ടർ ഇൻ ദ എയർ സ്ട്രീം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? എങ്ങനെ നമുക്ക് എയറിനകത്ത് വാട്ടറിനെ ഹ്യൂമിഡിഫൈ ചെയ്യാം? എയർ വാട്ടറിനെ വെച്ചിട്ട് നമ്മൾ പോകുന്ന എയറിനകത്തോട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എയറിനകത്ത് അത് ഡിഫ്യൂസ് ചെയ്ത് കയറിക്കോളും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഹ്യൂമിഡിഫിക്കേഷൻ ആക്കാം, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂട്ടാം. ഓക്കെ, സോ എൻകൗണ്ടർഡ് ഡിവൈസസ് സച്ച് ആസ് ഇവാപറേറ്റീവ് കൂളേഴ്സ്, കൂളിംഗ് ടവേഴ്സ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ചെയ്യുന്ന ഡിവൈസസ് എന്ന് പറയുന്നത്. ഇതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മുടെ പേര് ഓർത്ത് വെച്ചേക്കണം. ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. This is heating and dehumidification process. This is done by using hygroscopic material which absorbs water vapor. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എയറിനെ തണുപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് തണുപ്പിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമില്ല. കാര്യം നമുക്ക് വേണ്ടത് എയറിനെ ഹീറ്റ് ചെയ്യേണ്ട കണ്ടീഷനാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കളയാൻ വേണ്ടിയിട്ട് ഈ ഡിപ്പെൻസ് ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ, ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലുള്ള എയർ വാട്ടറിനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തെടുക്കും. കാര്യം നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിൽ എത്തിച്ച് കഴിഞ്ഞാൽ വാട്ടറിന്റെ ഡ്രോപ്ലെറ്റ്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂളിംഗ് ആണ് നടക്കുന്നത്. അപ്പം നമുക്കവിടെ ഹീറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നുകിൽ നമ്മൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമ്മളതിനെ കൂൾ ചെയ്തിട്ട് നമ്മൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എല്ലാം കളഞ്ഞതിന് ശേഷം എയർ ഇപ്പം എന്തായി? ഡീഹ്യൂമിഡിഫൈഡ് എയറായി മാറി.
അതിനെ വീണ്ടും ഞാൻ എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റിംഗ് പ്ലസ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അതായത് ആദ്യം എയറിനെ എടുത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എല്ലാം കളയാൻ വേണ്ടിയിട്ട് ആ എയറിനെ ഞാൻ തണുപ്പിച്ച് ഞാൻ ആ എയറിന്റെ ടെമ്പറേച്ചർ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിൽ എത്തിക്കുമ്പോൾ അതിനകത്തുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കണ്ടൻസ് ചെയ്ത് മാറും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതിന് കണ്ടീഷൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിക്വയർഡ് ക്വാണ്ടിറ്റിയിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉള്ള എയർ ആയി മാറി. അതിനെ ഞാൻ വീണ്ടും എന്ത് ചെയ്യണം? ഒരു ഹീറ്ററിനകത്ത് കൊണ്ടുപോയി ഹീറ്റ് ചെയ്തിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ? അത് ഹീറ്റിംഗ് ചെയ്ത് എയറിനെ കംഫർട്ടാക്കി മാറ്റാൻ, കണ്ടീഷനാക്കി മാറ്റാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഹീറ്റ് ചെയ്യാം. അതിന്റെ കൂടത്തിൽ തന്നെ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഹൈഡ്രോസ്കോപ്പിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ മതി. ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യും? എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്ന് അബ്സോർവ് ചെയ്ത് മാറ്റിക്കൊള്ളും. സോ ദിസ് ഇസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ക്ലിയർ? Yes, sir. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വി ക്യാൻ ഗോ ഇൻ ടു ദ എയർ കണ്ടീഷനിങ് സിസ്റ്റം. 11:06 വരെ നിങ്ങൾക്ക് സമയം. Yes, sir. Yes, sir. 7:06. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്ര വെച്ചിട്ട് നിർത്തുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ വർക്ക് എനിക്ക് ഇന്ന് തന്നെ കിട്ടണം കേട്ടോ. ഞാനിതിപ്പം അപ്ലോഡ് ചെയ്യും, 2 ക്ലാസ്സിൽ നിന്ന് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇന്നലത്തെ ക്ലാസ് പെൻഡിങ് അല്ലേ?